ഹായ് ഫ്രണ്ട്സ്, 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് എൻവയോൺമെന്റൽ സയൻസ് പരിസര പഠനത്തിലെ 6ാമത്തെ യൂണിറ്റായ ലിവിംഗ് സേഫ്ലി സുരക്ഷിത ജീവിതം എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട നോട്ടുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പാഠത്തിലെ ആദ്യ ഭാഗങ്ങളുടെ നോട്ടുകളും ഇതുവരെയുള്ള എല്ലാ പാഠഭാഗങ്ങളുടെയും നോട്ടുകളും ഈ വീഡിയോയ്ക്ക് താഴെ നൽകിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഈ ചാനൽ തന്നെ നൽകിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് 3 EVS യൂണിറ്റ്സ് ഡിസ്കഷൻസ് എന്ന പ്ലേലിസ്റ്റിലോ പോയി പരിശോധിച്ചാൽ മതി. പാഠത്തിലെ ബാക്കി ഭാഗങ്ങൾ കൂടി നമ്മൾക്ക് നോക്കാം അല്ലേ? Let's drive a vehicle. വാഹനം ഓടിക്കുമ്പോൾ shall we play a traffic game? Draw roads on the school ground as shown in the picture. Draw zebra lines in 2 or 3 places also. One child can be the traffic police person. 3 children can be ready with the signboards of red, yellow and green signs. Some of you may act as vehicles. The rest of the players can be pedestrians. ഇനി ഒരു വാഹനക്കളിയായാലോ? ചിത്രത്തിലേതുപോലെ സ്കൂൾ ഗ്രൗണ്ടിൽ റോഡ് വരയ്ക്കണം. 2 or 3 ഇടങ്ങളിൽ സീബ്ര ലൈൻ കൂടി വരയ്ക്കണം. ഒരാൾ ട്രാഫിക് പോലീസ് ആവണം. കൂടാതെ ചുവപ്പ്, മഞ്ഞ, പച്ച എന്നീ അടയാളങ്ങൾ സൂചിപ്പിക്കുന്ന ബോർഡുകളുമായി 3 പേരും തയ്യാറായി നിൽക്കണം. കുറച്ചുപേർ വാഹനങ്ങളായി മാറണം. ബാക്കിയുള്ളവർ കാൽനട യാത്രക്കാരാവണം. Now let us start the game. Vehicles should run through the road. Vehicles should move only by strictly following the traffic rules. Could everyone follow the rules? Did any accidents happen on the road? Write an experience note after the game. ഇനി കളി തുടങ്ങാം. വാഹനങ്ങൾ റോഡിലൂടെ ഓടുക. റോഡ് നിയമങ്ങൾ കൃത്യമായി അനുസരിച്ച് വേണം വാഹനങ്ങൾ നീങ്ങാൻ. നിയമങ്ങൾ പാലിക്കാൻ സാധിച്ചോ? റോഡിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചോ? കളിക്കു ശേഷം അനുഭവക്കുറിപ്പ് എഴുതൂ. കൂട്ടുകാരുടെ ഈ കളിക്കു ശേഷം എന്തെല്ലാമാണ് സംഭവിച്ചത്? കൂട്ടുകാരുടെ അനുഭവക്കുറിപ്പ് എഴുതുമല്ലോ. നെക്സ്റ്റ്, ഫസ്റ്റ് എയ്ഡ്, പ്രഥമ ശുശ്രൂഷ. കുട്ടൻ റീച്ച്ഡ് ഹോം. കുട്ടൻ വീട്ടിലെത്തി. ഹി വാസ് പ്ലേയിങ് ഇൻ ദ കോർട്ട്യാർഡ്. അവൻ മുറ്റത്ത് കളിക്കുകയായിരുന്നു. സ്റ്റംബ്ലിംഗ് ഓൺ എ റോക്ക്, കുട്ടൻ ഫെൽ ഡൗൺ. വൂണ്ടഡ് ഹിസ് നീ ആൻഡ് ബ്ലഡ്. കല്ലിൽ തട്ടി വീണ കുട്ടന്റെ കാൽമുട്ട് മുറിഞ്ഞ് ചോര വന്നു. മദർ കെയിം ഹാസ്ലി. ഷീ വാഷ്ഡ് ദ വൂണ്ട് ഇൻ റണ്ണിംഗ് വാട്ടർ. അമ്മ ഓടി വന്നു. ഒഴുകുന്ന വെള്ളത്തിൽ മുറിവ് കഴുകി. ദ ലെഗ് വാസ് കെപ്റ്റ് ലിഫ്റ്റ്. ദ വൂണ്ട് വാസ് റാപ്ഡ് വിത്ത് എ ക്ലീൻ ക്ലോത്ത് ടു സ്റ്റോപ്പ് ഇറ്റ് ഫ്രം ബ്ലീഡിംഗ്. കാൽ ഉയർത്തി വെച്ചു. രക്തം വാർന്നു പോകാതിരിക്കാൻ മുറിവ് വൃത്തിയുള്ള തുണി കൊണ്ട് ചുറ്റിക്കെട്ടി. കുട്ടൻ വാസ് ബ്രോട്ട് ടു ദ ഹോസ്പിറ്റൽ ബിക്കോസ് ദ വൂണ്ട് വാസ് ഡീപ്പ്. മുറിവിന് ആഴം കൂടുതലുള്ളതിനാൽ കുട്ടനെ ആശുപത്രിയിൽ എത്തിച്ചു. ദ വൂണ്ട് വാസ് ക്ലീൻഡ്. മെഡിസിൻ വാസ് അപ്ലൈഡ് ആൻഡ് ബാൻഡേജ്ഡ്. മുറിവ് വൃത്തിയാക്കി മരുന്ന് വെച്ച് കെട്ടി. യു ഹാവ് ഒബ്സർവ്ഡ് ദ പിക്ചേഴ്സ്, ഹാവൻറ്റ് യു? വാട്ട് ഡിഡ് ദ മദർ ഡു വെൻ കുട്ടൻ ഹാഡ് ആൻ ഇഞ്ചുറി? ചിത്രങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. കുട്ടന് പരിക്കു പറ്റിയപ്പോൾ അമ്മ എന്തൊക്കെയാണ് ചെയ്തത്? Wash the wound. മുറിവ് കഴുകി. The leg kept lift and the wound wrapped with a clean cloth to stop bleeding. കാൽ ഉയർത്തി വെച്ച രക്തം വാർന്നു പോകാതിരിക്കാൻ വൃത്തിയുള്ള തുണി കൊണ്ട് മുറിവ് കെട്ടി. Brought to the hospital. ആശുപത്രിയിൽ എത്തിച്ചു. Cleaned the wound and applied medicine and bandaged. മുറിവ് വൃത്തിയാക്കി മരുന്ന് വെച്ച് കെട്ടി. Mother did all this before reaching the hospital, didn't she? What were the benefits of the first aid when he was wounded? ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപാണല്ലോ അമ്മ ഇതെല്ലാം ചെയ്തത്. മുറിവ് പറ്റിയപ്പോൾ പ്രഥമ ശുശ്രൂഷ നൽകിയത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടായത്? വാസ് ഏബിൾ ടു സ്റ്റോപ്പ് ദ ബ്ലീഡിംഗ്. രക്തം വാർന്നു പോകുന്നത് തടയാൻ കഴിഞ്ഞു. വാസ് ഏബിൾ ടു ലിമിറ്റ് പാത്തജൻസ് ഫ്രം റീച്ചിങ് ദ വോണ്ട്. രോഗാണുക്കൾ മുറിവിലെത്തുന്നത് തടയാൻ കഴിഞ്ഞു. വാസ് ഏബിൾ ടു റെഡ്യൂസ് ദ പെയിൻ ഓഫ് വോണ്ട്. മുറിവിന്റെ വേദന കുറയ്ക്കാൻ കഴിഞ്ഞു. വാസ് ഏബിൾ ടു ഓവർകം ദ ഡേഞ്ചർ ലെവൽ. അപകടനില തരണം ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് എന്താണെന്നാണ് കൂട്ടുകാർക്ക് മനസ്സിലായിരിക്കുന്നത്. ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഇമ്മീഡിയറ്റ് കെയർ ഗിവൺ ടു എ പേഴ്സൺ ഇൻ ആൻ എമർജൻസി സിറ്റുവേഷൻ ബിഫോർ റിസീവിംഗ് എക്സ്പേർട്ട് മെഡിക്കൽ കെയർ. അടിയന്തര സാഹചര്യങ്ങളിൽ അപകടത്തിൽപ്പെട്ടയാൾക്ക് വിദഗ്ധ വൈദ്യസഹായം ലഭിക്കുന്നതുവരെ നൽകുന്ന പരിചരണമാണ് പ്രഥമ ശുശ്രൂഷ. മദർ റീച്ച്ഡ് ഹോം വിത്ത് കുട്ടൻ. അമ്മ കുട്ടനെയും കൊണ്ട് വീട്ടിലെത്തി. അപ്പോൾ കുട്ടൻ എന്താണ് ചോദിക്കുന്നത്? മദർ, where did you learn all this from? ഇതൊക്കെ അമ്മ എവിടെ നിന്നാണ് പഠിച്ചത്? അപ്പോൾ അമ്മ എന്താണ് മറുപടി പറയുന്നത്? I will give you a book, you can read it. ഞാനൊരു പുസ്തകം തരാം, നീയും വായിച്ചു നോക്കൂ. കുട്ടൻ read the book that mother gave him. Look at these pages of the book. അമ്മ നൽകിയ പുസ്തകം കുട്ടൻ വായിച്ചു. പുസ്തകത്തിലെ പേജുകൾ നോക്കൂ. First aid for bruises.
ചതവിനുള്ള പ്രഥമ ശുശ്രൂഷ. പ്ലേസ് ക്ലോത്ത് soaked in cold water or ice pack on the affected area. This will alleviate pain and inflammations. വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ തുണിയോ ഐസ് പാക്കോ ചതവു പറ്റിയ ഭാഗത്ത് വെക്കുക. അതുവഴി വേദനയും നീർക്കെട്ടും ഒഴിവാക്കാം. However, if there is a fracture, it is necessary to consult a doctor. Before that, the affected part should be tied with a wooden scale. It will help to keep the part stable. എന്നാൽ അസ്ഥിക്ക് പൊട്ടലുണ്ടായാൽ ഇതുകൊണ്ട് കാര്യമില്ല. ആശുപത്രിയിൽ പോകുക തന്നെ വേണം. പക്ഷേ അതിനു മുമ്പ് ഒടിഞ്ഞ ഭാഗം ഒരു മര സ്കെയിൽ ഉപയോഗിച്ച് നീളത്തിൽ കെട്ടിവെക്കണം. ആ ഭാഗം ഇളകാതിരിക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ കുട്ടൻ എന്താണ് പറയുന്നത്? This book says that a first aid box should compulsorily be kept in vehicles and schools. ഈ പുസ്തകത്തിൽ വാഹനങ്ങളിലും വിദ്യാലയങ്ങളിലും നിർബന്ധമായും ഒരു പ്രഥമ ശുശ്രൂഷ പെട്ടി സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. See what all things are there in the first aid box given below. Write down the use of each of these items. പ്രഥമ ശുശ്രൂഷ പെട്ടിയിൽ എന്തെല്ലാമാണ് ഉള്ളതെന്ന് നോക്കൂ. ഓരോന്നിന്റെയും ഉപയോഗം എഴുതൂ. ഫസ്റ്റ് എയ്ഡ് ബോക്സ്, പ്രഥമ ശുശ്രൂഷ പെട്ടി. ഈ പെട്ടിയിൽ എന്തെല്ലാമാണ് ഉള്ളതെന്ന് നമ്മൾക്ക് നോക്കാം അല്ലേ? സിസേഴ്സ്, കത്രിക എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു കട്ട് ക്ലോത്ത് ഓർ ബാൻഡേജ്, തുണിയോ ബാൻഡേജോ മുറിക്കാൻ വേണ്ടിയാണ്. പിന്നെയോ കോട്ടൺ, പഞ്ഞി എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു ക്ലീൻ ആൻഡ് വൈപ്പ് വൂൺസ്, മുറിവുകൾ വൃത്തിയാക്കാനും തുടയ്ക്കാനും വേണ്ടിയാണ്. ക്ലോത്ത്, തുണി എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു ക്ലീൻ ആൻഡ് റാപ്പ് ദ വൂൺസ്, മുറിവുകൾ വൃത്തിയാക്കാനും കെട്ടാനും വേണ്ടിയാണ്. ബാൻഡേജ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു റാപ്പ് അറൗണ്ട് വൂൺസ് ഓർ ബ്രൂസസ്, മുറിയോ ചതവോ കെട്ടാൻ വേണ്ടിയാണ്. സോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു വാഷ് ആൻഡ് ക്ലീൻ വൂൺസ്, മുറിവുകൾ കഴുകാനും വൃത്തിയാക്കാനും വേണ്ടിയാണ്. പിന്നെന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു ബൈൻഡ് ബാൻഡേജ് ടുഗെദർ, ബാൻഡേജ് ചേർത്തു വെക്കാൻ വേണ്ടിയാണ്. വുഡൻ സ്കെയിൽ, മരത്തിന്റെ സ്കെയിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു സ്പ്ലിന്റ് എ ഫ്രാക്ചേർഡ് ആം ഓർ ലെഗ്, കൈ, കാൽ എന്നിവയ്ക്ക് പൊട്ടൽ സംഭവിച്ചാൽ വെച്ച് കെട്ടാൻ ഉപയോഗിക്കുന്നു. ട്വീസേഴ്സ്, ചവണ എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു റിമൂവ് സ്പ്ലിന്റേഴ്സ്, സ്റ്റിക്സ് ആൻഡ് ടു പിക്ക് അപ്പ് ദ അൺവാണ്ടഡ് മെറ്റീരിയൽസ് ഫ്രം സ്കിൻ. തടിച്ചീൾ, മൊള്ള്, ചർമ്മത്തിൽ നിന്ന് ആവശ്യമില്ലാത്ത വസ്തുക്കൾ എന്നിവ എടുക്കാൻ വേണ്ടിയാണ്. നെക്സ്റ്റ്, ആന്റി ബാക്ടീരിയൽ ഓയിൻമെന്റ്, അണുനാശിനി ലേപനം എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു പ്രിവെന്റ് ആൻഡ് ട്രീറ്റ് മൈനർ സ്കിൻ ഇൻഫെക്ഷൻസ് കോസ്ഡ് ബൈ സ്മോൾ കട്ട്സ് ഓർ സ്ക്രേപ്സ്, ചെറിയ മുറിവുകൾ, ഉരയൽ മൂലമുണ്ടാകുന്ന ചെറിയ ചർമ്മ അണുബാധകൾ തടയാനും ചികിത്സിക്കാനും വേണ്ടിയാണ്. നെക്സ്റ്റ്, ആന്റിസെപ്റ്റിക് വൈപ്സ്, അണുനാശിനി വൈപ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു ക്ലീൻ വൂൺസ്, ഹാൻഡ്സ് ആൻഡ് ടൂൾസ്, പെട്ടിയിലെ ചവണ, കത്രിക പോലെയുള്ള ഉപകരണങ്ങൾ, കൈകൾ, മുറിവുകൾ എന്നിവ വൃത്തിയാക്കാൻ വേണ്ടിയാണ്. നെക്സ്റ്റ്, ഗ്ലൗസ്, കയ്യുറകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദ ഹെൽത്ത് ഓഫ് ദ ഫസ്റ്റ് എയ്ഡർ ആൻഡ് ദ പേഴ്സൺ ബീയിങ് ട്രീറ്റഡ്, പ്രഥമ ശുശ്രൂഷകന്റെയും ചികിത്സിക്കുന്ന വ്യക്തിയുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഡിസ്പോസിബിൾ മാസ്ക്സ്, മാസ്കുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ, അണുബാധയുടെ വ്യാപനം തടയാൻ വേണ്ടിയാണ്. ടേപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു കവർ വൂൺസ്, മുറിവുകൾ മറച്ചു കെട്ടാൻ വേണ്ടിയാണ്. സാനിറ്റൈസർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ ഫ്രം ഹാൻഡ്സ്, കൈകളിൽ നിന്നുള്ള അണുബാധ തടയാൻ വേണ്ടിയാണ്. വാട്ട് ആർ ദ അതർ സിറ്റുവേഷൻസ് ഇൻ ഡെയിലി ലൈഫ് ഇൻ വിച്ച് ഫസ്റ്റ് എയ്ഡ് ഷുഡ് ബി ഗിവൺ? പ്രഥമ ശുശ്രൂഷ നൽകുന്ന മറ്റേതെല്ലാം സാഹചര്യങ്ങളാണ് നിത്യജീവിതത്തിൽ ഉണ്ടാവുക? ഫെയിന്റിംഗ്, തല ചുറ്റി വീഴുക. ബേൺസ്, പൊള്ളലേൽക്കുക. ചോക്കിംഗ്, ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുക. റോഡ് ആക്സിഡൻസ്, റോഡ് അപകടങ്ങൾ. സ്നേക്ക് ബൈറ്റ്, പാമ്പ് കടിക്കുക. ഫ്രാക്ചർ, അസ്ഥിഭംഗം. കാർഡിയാക് അറസ്റ്റ്, ഹൃദയസ്തംഭനം. ഡ്രൗണിംഗ്, വെള്ളത്തിൽ മുങ്ങുക. ഇലക്ട്രിക് ഷോക്ക്, വൈദ്യുതാഘാതം. സ്പ്രെയിൻ, ഒഴുക്ക്. നോസ് ബ്ലീഡിംഗ്, മൂക്കിൽ നിന്നും രക്തം വരിക. മോൾ ഇൻ ദ ഐ, കണ്ണിൽ പൊടി വീഴുക. സ്റ്റിംഗ് ദ വാസ്പ്, കടന്നൽ കുത്തുക. ബ്രോസ്, ചതവ്. ഡ്രസ് ക്യാച്ചസ് ഫയർ, വസ്ത്രത്തിന് തീ പിടിക്കുക. ഇൻസേർട്ട് ഒബ്ജക്ട്സ് ഇൻ ടു ഇയർ ആൻഡ് നോസ്, മൂക്കിലും ചെവിയിലും വസ്തുക്കൾ തിരുകി കയറ്റുക. ഹിറ്റിംഗ് ഹെഡ് ആൻഡ് ഗെറ്റ് സ്വെല്ലിംഗ്, തലയിടിച്ച് മുഴയ്ക്കുക. ഇഫ് ദ കെയർ ദാറ്റ് ഈസ് ഗിവൺ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് എമർജൻസി സിറ്റുവേഷൻസ് ഈസ് നോട്ട് പ്രോപ്പർ, ഇറ്റ് വിൽ കോസ് മോർ ഹാം ദാൻ ഗുഡ്. അപകട സമയങ്ങളിൽ ഉചിതമായ പരിചരണമല്ല രോഗിക്ക് ലഭിക്കുന്നതെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷഫലമാണ് ഉണ്ടാവുക. നെക്സ്റ്റ്, പ്ലീസ് ഡോണ്ട് ഡു. താഴെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. അതൊന്നും ചെയ്യരുതേ എന്നാണ്
കൂട്ടുകാരോട് പറയുന്നത്. ഡോണ്ട് റാപ്പ് യുവർ ഐസ്, പൊടി വീണാൽ കണ്ണ് തിരുമ്മരുത്. ഡോണ്ട് ഇൻസേർട്ട് ഒബ്ജക്ട്സ് ഇൻ ടു ദ ഇയർ, ചെവിയിലേക്ക് വസ്തുക്കൾ കയറ്റരുത്. ഡോണ്ട് റബ് ഓർ അപ്ലൈ ഹീറ്റ് ഓൺ ബ്രൂസസ്, ചതവ് പറ്റിയാൽ ആ ഭാഗത്ത് ചൂടേൽപ്പിക്കുകയോ തിരുമ്മുകയോ ചെയ്യരുത്. ഇഫ് യു ഹീറ്റ് യുവർ ഹെഡ് ആൻഡ് ഗെറ്റ് യു എ സ്വെല്ലിംഗ്, ഡോണ്ട് റബ് ഇറ്റ് ഫോഴ്സ്ഫുള്ളി, തലയിടിച്ചു മുഴച്ചാൽ അമർത്തി തിരുമ്മരുത്. ഡോണ്ട് യൂസ് ടൂത്ത് പേസ്റ്റ്, ഹണി എക്സെട്ര ഓൺ ബേൺസ്, പൊള്ളലേറ്റ ഭാഗത്ത് ടൂത്ത് പേസ്റ്റ്, തേൻ തുടങ്ങിയവ ഉപയോഗിക്കരുത്. വിക്ടിംസ് ഓഫ് ആക്സിഡന്റ്സ് മേ ഹാവ് ഫ്രാക്ചേഴ്സ് ഇൻ ദിയർ ബോൺസ്, ഡു നോട്ട് ലിഫ്റ്റ് ദം അപ്പ് സഡൻലി. അപകടങ്ങളിൽ പെട്ടവർക്ക് അസ്ഥിയിൽ പൊട്ടലുണ്ടാവാം, അവരെ പെട്ടെന്ന് എടുത്തുയർത്തരുത്. നെക്സ്റ്റ് നോക്കൂ. If stung by insects such as bees, carefully remove the sting. Applying too much force on the part where its stung can cause the poison to go further into the body. Get to the hospital immediately as this can cause serious health issues. തേനീച്ച പോലെയുള്ള പ്രാണികളുടെ കുത്തേറ്റാൽ ശ്രദ്ധാപൂർവം കൊമ്പ് അല്ലെങ്കിൽ മുള്ള് എടുത്തു മാറ്റണം. കുത്തുകൊണ്ട ഭാഗത്ത് അമിത ബലം ഏൽപ്പിച്ചാൽ വിഷം ഉള്ളിലേക്ക് ചെല്ലാനിടയാകും. ഇത് പലപ്പോഴും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കൂടുതൽ കുത്തുകൾ ഏൽക്കുന്ന സാഹചര്യങ്ങളിൽ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണം. നെക്സ്റ്റ്, ഫ്രണ്ട്സ് ഓഫ് നാച്ചർ, പ്രകൃതിയുടെ കൂട്ടുകാർ. Which creatures do you see in the pictures? ഏതെല്ലാം ജീവികളെയാണ് ചിത്രങ്ങളിൽ കാണുന്നത്? ഫസ്റ്റ് പിക്ചറിൽ എന്താണ് കാണുന്നത്? സ്പൈഡർ, എട്ടുകാലിയാണ് അല്ലേ? സെക്കൻഡ് പിക്ചറിലോ സ്നേക്ക്, പാമ്പാണ് അല്ലേ? തേർഡ് പിക്ചറിൽ എന്താണ് കാണുന്നത്? ബി, തേനീച്ചയാണ് അല്ലേ? What is the speciality of these creatures? Do they always cause harm to us? എന്താണ് ഈ ജീവികളുടെ സവിശേഷത? എപ്പോഴും ഇവ നമുക്ക് അപകടകാരികളാകുന്നുണ്ടോ? They are poisonous creatures, but they do not cause always harm to us. ഇവ വിഷജീവികളാണ്, പക്ഷേ എപ്പോഴും ഇവ നമുക്ക് അപകടകാരികൾ ആകുന്നില്ല. People get bitten or stung by them on rare occasions. If bitten or stung, seek medical aid immediately. The most important thing is to take precautions from getting bitten or stung. അപൂർവം സന്ദർഭങ്ങളിൽ ആളുകൾക്ക് ഇവയുടെ കടിയേൽക്കാറുണ്ട്. കടിയേറ്റ ഉടനെ വൈദ്യസഹായം തേടണം. കടിയേൽക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുന്നതാണ് പ്രധാനം. Do these creatures do any good to the environment in any way? ഈ ജീവികൾ പരിസ്ഥിതിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ? These creatures play a major role in controlling unbalanced increase of many other organisms. പല ജീവജാലങ്ങളും എണ്ണത്തിൽ പെരുകാതെ നിയന്ത്രിച്ചു നിർത്തുന്നതിൽ ഇതുപോലുള്ള ജീവികൾ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. They keep our natural ecosystems working. അവ നമ്മുടെ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയുടെ പ്രവർത്തനത്തെ നിലനിർത്തുന്നുണ്ട്. They also play a major role in food chain. അവ ഭക്ഷ്യ ശൃംഖലയിലും പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. Is it right to harm them unnecessarily? Discuss. ഇവയെ അനാവശ്യമായി ഉപദ്രവിക്കുന്നത് ശരിയാണോ? ചർച്ച ചെയ്യുക. No, it's not right to harm poisonous creatures. Harming such creatures can disrupt ecosystems and slow down their recovery. Also, they can contain objects that could be beneficial to humans. ഇല്ല, വിഷജീവികളെ ഉപദ്രവിക്കുന്നത് ശരിയല്ല. ഇത്തരം ജീവികൾക്ക് ദോഷം ചെയ്യുന്നത് ആവാസ വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുകയും അവയുടെ വീണ്ടെടുക്കൽ മന്ദഗതിയിലാക്കുകയും ചെയ്യും. വിഷജന്തുക്കളിൽ മനുഷ്യർക്ക് ഗുണം ചെയ്യുന്ന വസ്തുക്കളും അടങ്ങിയിരിക്കാം. ലെറ്റ്സ് ആസ്ക് ദ ഡോക്ടർ. ഡോക്ടറോട് ചോദിക്കാം. Listen to the instructions given by the doctor from the Primary Health Center on Children's Safety. കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ നൽകിയ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. ഇനി പറയുന്ന കാര്യങ്ങൾ കൂട്ടുകാർ ശ്രദ്ധിച്ചു കേൾക്കുകയും കൂട്ടുകാരുടെ ജീവിതത്തിൽ പകർത്തുകയും വേണം. എന്തെല്ലാമാണ്? Don't accept gifts or sweets from strangers. അപരിചിതരായ അഥവാ കൂട്ടുകാർക്ക് അറിയാത്ത ആളുകളിൽ നിന്ന് സമ്മാനം, മിഠായി തുടങ്ങിയവ സ്വീകരിക്കരുത്. Don't allow anyone to touch you in a way that you don't like. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ നിങ്ങളെ സ്പർശിക്കാൻ ആരെയും അനുവദിക്കരുത്. You should strongly say no or don't in situations where it is necessary. അരുത്, പറ്റില്ല എന്ന് പറയേണ്ട സാഹചര്യങ്ങളിൽ കർശനമായി അങ്ങനെ തന്നെ പറയണം. You should make your objection clear if someone touches your body parts in a way that is uncomfortable to you. You should also talk frankly about this to your parents or teachers. ശരീരഭാഗങ്ങളിൽ ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിൽ ആരെങ്കിലും സ്പർശിച്ചാൽ തീർച്ചയായും എതിർപ്പ് അറിയിക്കണം. രക്ഷിതാക്കളോടോ അധ്യാപകരോടോ ഇക്കാര്യം തുറന്നു പറയുകയും വേണം. Shouldn't these instructions be followed? Discuss. ഈ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കപ്പെടുന്നുണ്ടോ? കൂട്ടുകാർ സ്വയം ചിന്തിച്ചു നോക്കൂ.
ഇനി ലെറ്റ്സ് അസസ്, വിലയിരുത്താം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ പിക്ചർ. ചിത്രം നിരീക്ഷിക്കുക. താഴെ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കൂ. വിച്ച് ട്രാഫിക് റൂൾസ് ആർ ബീങ് വയലേറ്റഡ് ഹിയർ? ഇവിടെ ഏതെല്ലാം ഗതാഗത നിയമങ്ങളാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്? ഒരുപാട് നിയമങ്ങൾ ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലേ? ഏതെല്ലാമാണെന്ന് നമ്മൾക്ക് നോക്കാം. ഈവൻ ദോ ദ റെഡ് ലൈറ്റ് ടു സ്റ്റോപ്പ് ഈസ് ലിറ്റ് അറ്റ് ദ ട്രാഫിക് സിഗ്നൽ, ദ ബൈക്കേഴ്സ് ഗോ അഹെഡ് വിതൗട്ട് പേയിങ് അറ്റൻഷൻ ടു ഇറ്റ്. വാഹനം നിർത്താനുള്ള ചുവന്ന ലൈറ്റ് ട്രാഫിക് സിഗ്നലിൽ കത്തിയിട്ടും ബൈക്കിൽ പോകുന്നവർ അത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ബൈക്കേഴ്സ് പ്രൊസീഡ് വിതൗട്ട് പേയിങ് അറ്റൻഷൻ ടു ദ സ്റ്റുഡന്റ് ക്രോസിംഗ് ദ റോഡ് ഡിസ്പൈറ്റ് ദ ഗ്രീൻ ലൈറ്റ് ലിറ്റ് ഫോർ പെഡസ്ട്രിയൻസ് ടു ക്രോസ് ദ റോഡ് ഓൺ ദ സീബ്ര ലൈൻ അറ്റ് ദ ട്രാഫിക് സിഗ്നൽ. ട്രാഫിക് സിഗ്നലിൽ കാൽനട യാത്രക്കാർക്ക് സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ച് കടക്കാനുള്ള പച്ച ലൈറ്റ് കത്തിയിട്ടും റോഡ് മുറിച്ച് കടക്കുന്ന വിദ്യാർത്ഥിയെ ശ്രദ്ധിക്കാതെ ബൈക്കുകാർ മുന്നോട്ട് പോകുന്നുണ്ട്. ബൈക്കേഴ്സ് go faster than the speed shown on the signboard. സൈൻ ബോർഡിൽ കാണിച്ച വേഗതയേക്കാൾ അമിത വേഗതയിലാണ് ബൈക്കുകാർ പോകുന്നത്. 3 people are sitting on the bike where 2 people are supposed to sit. 2 പേർ ഇരിക്കേണ്ട ബൈക്കിൽ 3 പേർ ഇരുന്നാണ് പോകുന്നത്. None of the bike riders were wearing helmets. ബൈക്കിലുള്ള ഒരാളും ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല. The biker is talking on the phone. ബൈക്ക് ഓടിക്കുന്നയാൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. Those sitting on the back of the bike are taking photos on their phones without paying attention to the surroundings. ബൈക്കിൽ പുറകിൽ ഇരിക്കുന്നവർ പരിസരം ശ്രദ്ധിക്കാതെ ഫോണിൽ ഫോട്ടോ എടുത്താണ് പോകുന്നത്. What problems will this cause? ഇതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും? This kind of travel by bikers will cause a big accident by hitting the student and other vehicles. ബൈക്കുകാരുടെ ഇത്തരത്തിലുള്ള യാത്ര വിദ്യാർത്ഥിയെയും മറ്റു വാഹനങ്ങളെയും തട്ടിത്തെറിപ്പിച്ചു വലിയൊരു അപകടത്തിന് വഴിയൊരുക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. ശരിയായവ വരച്ച് യോജിപ്പിക്കുക. ഫസ്റ്റ് വൺ എന്താണ്? ടേൺ റൈറ്റ്, വലത്തോട്ട് തിരിയുക. ഏതാണ് അതിന് അനുയോജ്യമായ ചിത്രം നൽകിയിരിക്കുന്നത്? 4ാമത്തെ ചിത്രമാണ് അല്ലേ? സെക്കൻഡ് എന്താണ്? പെഡസ്ട്രിയൻസ് റെസ്ട്രിക്റ്റഡ്, യാത്രക്കാർക്ക് നിരോധനം. ഏതാണ് അതിന് അനുയോജ്യമായ ചിത്രം? 3ാമത്തെ ചിത്രമാണ്. സ്പീഡ് ലിമിറ്റ്, വേഗ പരിധി. ഏതാണ് അതിന് അനുയോജ്യമായ ചിത്രം? 1ാമത്തെ ചിത്രമാണ്. പെട്രോൾ സ്റ്റേഷൻ നിയർ ബൈ, സമീപത്ത് പെട്രോൾ സ്റ്റേഷൻ ഉണ്ട്. ഏതാണ് അതിന് അനുയോജ്യമായ ചിത്രം? 2ാമത്തെ ചിത്രമാണ്. തേർഡ് ക്വസ്റ്റ്യൻ, fill in the blanks. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. താഴെ ടേബിളിൽ എന്താണ് നൽകിയിരിക്കുന്നത്? ഒബ്ജക്ട്സ് ഇൻ ദ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. പ്രഥമ ശുശ്രൂഷ പെട്ടിയിലെ ഇനങ്ങൾ നൽകിയിട്ടുണ്ട്. യൂസസ്, അവയുടെ ഉപയോഗങ്ങളും നൽകിയിട്ടുണ്ട്. വിട്ടുപോയവ കൂട്ടുകാരോട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ബാൻഡേജ്. ബാൻഡേജ് കൊണ്ടുള്ള ഉപയോഗം എന്താണ്? യൂസ്ഡ് ടു റാപ്പ് അറൗണ്ട് വൂൺസ് ഓർ ബ്രൂസസ്. മുറിവോ ചതവോ കെട്ടാൻ ഉപയോഗിക്കുന്നു. സെക്കൻഡ് വൺ എന്താണ്? സിസേഴ്സ്, കത്രിക. എന്താണ് കത്രിക കൊണ്ടുള്ള ഉപയോഗം? യൂസ്ഡ് ടു കട്ട് ക്ലോത്ത് ഓർ ബാൻഡേജ്. തുണിയോ ബാൻഡേജോ മുറിക്കാൻ വേണ്ടിയാണ്. പിൻ കൊണ്ടുള്ള ഉപയോഗം എന്താണ്? യൂസ്ഡ് ടു ബൈൻഡ് ബാൻഡേജ് ടുഗെദർ. ബാൻഡേജ് ചേർത്ത് വെക്കാൻ വേണ്ടിയാണ്. കോട്ടൺ, പഞ്ഞി കൊണ്ടുള്ള ഉപയോഗം എന്താണ്? യൂസ്ഡ് ടു ക്ലീൻ ആൻഡ് വൈപ്പ് വൂൺസ്. മുറിവുകൾ വൃത്തിയാക്കാനും തുടയ്ക്കാനും വേണ്ടിയാണ്. ട്വീസേഴ്സ്, ചവണ എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു റിമൂവ് സ്പ്ലിന്റേഴ്സ്, സ്റ്റിക്സ് ആൻഡ് ടു പിക്ക് അപ്പ് ദ അൺവാണ്ടഡ് മെറ്റീരിയൽസ് ഫ്രം സ്കിൻ. തടിച്ചീൽ, മുള്ള്, ചർമ്മത്തിൽ നിന്ന് ആവശ്യമില്ലാത്ത വസ്തുക്കൾ എന്നിവ എടുക്കാൻ വേണ്ടിയാണ്. വേരിയസ് ആക്സിഡന്റ്സ് ദാറ്റ് occur in daily life and the first aid to be given. നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന അപകടങ്ങളും അവർക്ക് നൽകാവുന്ന പ്രഥമ ശുശ്രൂഷകളും എന്തെല്ലാമാണെന്ന് നമ്മൾക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നോസ് ബ്ലീഡ്. മൂക്കിൽ നിന്നും രക്തം വന്നാൽ എന്തെല്ലാം പ്രഥമ ശുശ്രൂഷകളാണ് നൽകേണ്ടതെന്ന് നോക്കാം. The person made to lean forward to avoid the situation of blood entering the trachea. വ്യക്തിയുടെ ശ്വാസനാളത്തിലേക്ക് രക്തം കടക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി വ്യക്തിയെ മുന്നോട്ട് ചായ്ച്ച് ഇരുത്തുക. Hold the tip of the nose of the person with thumb and forefinger to prevent blood clots and loss of more blood. രക്തം കട്ടപിടിക്കുകയോ കൂടുതൽ രക്തം നഷ്ടപ്പെടുകയോ ചെയ്യാതിരിക്കാൻ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് വ്യക്തിയുടെ മൂക്കിന്റെ അഗ്രഭാഗം അമർത്തി പിടിക്കുക. Ask the person to breathe through the mouth to do not move the tissues of the nose too much. മൂക്കിലെ കോശങ്ങൾക്കും കലകൾക്കും കൂടുതൽ അനക്കം തട്ടാതിരിക്കാൻ വേണ്ടി വ്യക്തിയോട് വായിലൂടെ ശ്വസിക്കാൻ നിർദ്ദേശിക്കുക. സെക്കൻഡ് വൺ, എ മോൾ ഇൻ ദ ഐ. കണ്ണിൽ പൊടി വീണാൽ എന്തെല്ലാം പ്രഥമ ശുശ്രൂഷകളാണ് നൽകേണ്ടതെന്ന് നോക്കാം. ഡോണ്ട് അലോ ദ പേഴ്സൺ ടു റബ് ദ ഐ. വ്യക്തിയെ കണ്ണ് തിരുമ്മാൻ
കഴുകാൻ അനുവദിക്കരുത്. റിൻസ് ദ ഐ വിത്ത് ക്ലീൻ കോൾഡ് വാട്ടർ. തണുത്ത ശുദ്ധജലം കണ്ണിൽ ധാരധാരയായി ഒഴിച്ച് പൊടി കഴുകിക്കളയുക. റിമൂവ് ദ സ്പെക്ക് ഓഫ് ഡസ്റ്റ് വിത്ത് ദ ടിപ്പ് ഓഫ് എ വെറ്റ് കർച്ചീഫ്. നനഞ്ഞ തൂവാലയുടെ അറ്റം കൊണ്ട് പൊടിയെടുക്കാൻ ശ്രമിക്കുക. പാർട്ടിക്കിൾസ് ദാറ്റ് ഗെറ്റ് ഇൻ ടു ദ ഐ ഷുഡ് നോട്ട് ബി ഫോഴ്സ്ഡ് ഔട്ട്. കണ്ണിൽ തറച്ചു കയറിയ സാധനങ്ങൾ നാം തന്നെ നീക്കം ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. റിമൂവ്ഡ് ഓൺലി വിത്ത് മെഡിക്കൽ അസിസ്റ്റൻസ് ഇഫ് കോംപ്ലിക്കേറ്റഡ്. പ്രയാസകരമാവുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക. തേർഡ് വൺ, സ്പ്രെയിൻ. ഉളുക്ക് സംഭവിച്ചാൽ എന്തെല്ലാം പ്രഥമ ശുശ്രൂഷകളാണ് നൽകേണ്ടതെന്ന് നോക്കാം. ഹോൾഡ് ദ സ്പ്രെയിൻഡ് പാർട്ട് ഹൈ വിതൗട്ട് മൂവിംഗ്. ഉളുക്കിയ ഭാഗം അനക്കാതെ ഉയർത്തി വയ്ക്കുക. പ്ലേസ് ആൻ ഐസ് പാക്ക് ടു റെഡ്യൂസ് പെയിൻ. വേദന കുറയാൻ ഐസ് പാക്ക് വയ്ക്കുക. ഡോണ്ട് അലോ ടു വാക്ക് ദ പേഴ്സൺ. വ്യക്തിയെ നടക്കാൻ അനുവദിക്കരുത്. ഡു നോട്ട് പോർ ഹോട്ട് വാട്ടർ ഓർ അപ്ലൈ ഓയിൽ. ചൂടുവെള്ളം ഒഴിക്കുകയോ ചൂടുള്ള എണ്ണ പുരട്ടുകയോ ചെയ്യരുത്. ഫോർത്ത് വൺ, ബ്രൂസ്. ചതവ് പറ്റിയാൽ എന്തെല്ലാം പ്രഥമ ശുശ്രൂഷകളാണ് നൽകേണ്ടതെന്ന് നോക്കാം. പ്ലേസ് എ വെറ്റ് പീസ് ഓഫ് ക്ലോത്ത് ഓർ ആൻ ഐസ് പാക്ക് ഓൺ ദ ബ്രൂസ്ഡ് ഏരിയ ടു അവോയ്ഡ് പെയിൻ ഓർ സ്വെല്ലിംഗ്. വേദനയും നീർക്കെട്ടും ഒഴിവാക്കാൻ തണുത്ത വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ തുണിയോ ഐസ് പാക്കോ ചതവ് പറ്റിയ ഭാഗത്ത് വയ്ക്കാം. ഡു നോട്ട് അപ്ലൈ ഹീറ്റ് ഓർ മസാജ് ദ ബ്രൂസ്ഡ് ഏരിയ. ചതവ് പറ്റിയ ഭാഗത്ത് ചൂട് പിടിപ്പിക്കുകയോ തിരുമുകയോ ചെയ്യരുത്. ഫിഫ്ത്ത് വൺ, ഫെയിന്റിംഗ്. തല ചുറ്റി വീണാൽ എന്തെല്ലാം പ്രഥമ ശുശ്രൂഷകളാണ് നൽകേണ്ടതെന്ന് നോക്കാം. അറേഞ്ച് ടു ലൈ ഡൗൺ. കിടത്താൻ സൗകര്യമൊരുക്കണം. ദ ലെഗ് ഷുഡ് ബി റേസ്ഡ് ആഫ്റ്റർ ലൈങ് ഡൗൺ. കിടത്തിയ ശേഷം കാൽ ഉയർത്തി വെക്കണം. കീപ് ദ ഹെഡ് ഡൗൺ. തല താഴ്ന്നിരിക്കാൻ ശ്രദ്ധിക്കണം. ഇഫ് വെയറിംഗ് ടൈറ്റ് ക്ലോത്ത്സ് ലൂസൻ ഇറ്റ്. ഇറുകിയ വസ്ത്രങ്ങളാണ് ധരിച്ചതെങ്കിൽ അയച്ചിടാൻ ശ്രദ്ധിക്കണം. എൻഷുർ ഫ്രഷ് എയർ ബൈ അവോയ്ഡിംഗ് ടു ക്രൗഡ് അറൗണ്ട് ദ പേഴ്സൺ. ചുറ്റും ആളുകൾ കൂടി നിൽക്കാതെ ശുദ്ധവായു ലഭ്യമാക്കണം. സ്പ്ലാഷ് വാട്ടർ ഓൺ ദ ഫേസ്. മുഖത്ത് വെള്ളം തളിച്ചു കൊടുക്കുക. സ്പ്രെഡ് വിത്ത് ന്യൂസ് പേപ്പർ. വിഷറിയോ പത്രമോ കൊണ്ട് വീശിക്കൊടുക്കുക. സിക്സ്ത് വൺ, ഫ്രാക്ചർ. അസ്ഥിഭംഗം സംഭവിച്ചാൽ എന്തെല്ലാം പ്രഥമ ശുശ്രൂഷകളാണ് നൽകേണ്ടതെന്ന് നോക്കാം. ട്രൈ നോട്ട് ടു മൂവ് ദ ഇൻജേർഡ് ആം ഓർ ലെഗ്. പരിക്കേറ്റ കയ്യോ കാലോ ചലിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. ജെന്റ്ലി ടേക്ക് ക്ലോത്തിങ് ഓഫ് ദ ഇൻജേർഡ് ഏരിയ. പരിക്കേറ്റ ഭാഗത്ത് നിന്ന് വസ്ത്രങ്ങൾ സൗമ്യമായി എടുക്കുക. കീപ് ദ ഇൻജേർഡ് ലിംബ് ഇൻ ദ പൊസിഷൻ യു ഫൈൻഡ് ഇറ്റ്. പരിക്കേറ്റ അവയവം കണ്ട സ്ഥാനത്ത് തന്നെ വയ്ക്കുക. ടേക്ക് കെയർ ടു പ്രിവെന്റ് ബ്ലീഡിംഗ് ആൻഡ് ജേംസ് എൻറ്ററിംഗ് ദ വൂണ്ട്. രക്തപ്രവാഹം തടയാനും മുറിവിലേക്ക് രക്തം പ്രവേശിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. ഷിഫ്റ്റ് ദ ഫ്രാക്ചേർഡ് പേഴ്സൺ ഓൺലി ആഫ്റ്റർ കീപ്പിംഗ് ദ ഫ്രാക്ചേർഡ് പാർട്ട് ഇൻടാക്ട്. ഒടിഞ്ഞ ഭാഗം ഇളകാൻ അനുവദിക്കാതെ സംരക്ഷണം നൽകിയ ശേഷമേ അപകടത്തിൽപ്പെട്ട ആളെ മാറ്റാവൂ. പുട്ട് എ സിമ്പിൾ വുഡൻ സ്കെയിൽ ഓൺ ദ ബ്രോക്കൺ ഏരിയ ഇഫ് യു ഹാവ് വൺ. കൈവശമുണ്ടെങ്കിൽ പരിക്കേറ്റ ഭാഗത്ത് ഒരു ലളിതമായ മര സ്കെയിൽ ഇടുക. ഗെറ്റ് മെഡിക്കൽ കെയർ ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്ന് വൈദ്യസഹായം തേടുക. ഡോണ്ട് ലെറ്റ് ദ പേഴ്സൺ ഈറ്റ് ഓർ ഡ്രിങ്ക് ഇൻ ദ കേസ് ദേ നീഡ് സർജറി. വ്യക്തിക്ക് ശസ്ത്രക്രിയ ആവശ്യമായി വന്നാൽ ഭക്ഷണം കഴിക്കാനോ കുടിക്കാനോ അനുവദിക്കരുത്. സെവൻത് വൺ, ഫുഡ് ചോക്കിംഗ്. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാൽ എന്തെല്ലാം പ്രഥമ ശുശ്രൂഷകളാണ് നൽകേണ്ടതെന്ന് നോക്കാം. പ്രസ് ദ സ്റ്റൊമക് വിത്ത് വൺ ഹാൻഡ് ആൻഡ് ടാപ്പ് സ്ട്രോങ്ലി ഓൺ ദ ബാക്ക് ഓഫ് ദ അഫക്റ്റഡ് പേഴ്സൺ. ഒരു കൈകൊണ്ട് വയറിന്റെ മുകൾ ഭാഗത്ത് അമർത്തുകയും അതേസമയം മറു കൈകൊണ്ട് പുറത്ത് ശക്തിയായി അടിക്കുകയും ചെയ്യുക. ദ പ്രോസസ് ഈസ് ഡൺ ഫോർ 3 to 5 ടൈംസ്. ഈ പ്രവർത്തനം 3 മുതൽ 5 പ്രാവശ്യം വരെ ചെയ്യുക. പ്രൊവൈഡ് മെഡിക്കൽ അസിസ്റ്റൻസ് ഇമ്മീഡിയറ്റ്ലി ഇഫ് ദ ഫുഡ് ഡസ് നോട്ട് കം ഔട്ട്. ഭക്ഷണം പുറത്തു വന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക. 8th one, ബേൺസ്. പൊള്ളലേറ്റാൽ എന്തെല്ലാം പ്രഥമ ശുശ്രൂഷകളാണ് നൽകേണ്ടതെന്ന് നോക്കാം. pour cool water continuously over the burnt area. പൊള്ളലേറ്റ ഭാഗത്ത് തുടർച്ചയായി തണുത്ത വെള്ളം ഒഴിക്കുക. Don't put ice on the burnt area. പൊള്ളലേറ്റ ഭാഗത്ത് ഐസ് വെക്കരുത്. Don't pull away the clothes stuck on the burnt area. പൊള്ളിയ ഭാഗത്ത് ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ നീക്കം ചെയ്യാൻ ശ്രമിക്കരുത്. Don't apply anything as medicine on the burnt area. പൊള്ളിയ ഭാഗത്ത് ഔഷധം എന്ന ധാരണയിൽ എന്തെങ്കിലും പുരട്ടരുത്. Provide medical assistance as soon as possible. എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക. 9th one, when the dress catches fire. വസ്ത്രത്തിന് തീ പിടിച്ചാൽ എന്തെല്ലാം പ്രഥമ ശുശ്രൂഷകളാണ് നൽകേണ്ടതെന്ന് നോക്കാം. Try to extinguish the fire using water. വെള്ളമൊഴിച്ച് തീ കെടുത്താൻ ശ്രമിക്കുക. Rolling on the ground helps to put out the fire. നിലത്ത് കിടന്ന് ഉരുളുന്നത് തീ കെടുത്താൻ സഹായിക്കുന്നു. Do not allow the person to run in panic. Fire blazes by the wind. വ്യക്തിയെ പരിഭ്രമിച്ച് ഓടാൻ അനുവദിക്കരുത്. കാറ്റിൽ തീ ആളിക്കത്തും. Cover the person immediately with a thick blanket or jute sack.
കട്ടിയുള്ള പുതപ്പോ ചണച്ചാക്കോ കൊണ്ട് വ്യക്തിയെ പുതപ്പിക്കുക. 10th one, സ്നേക്ക് ബൈറ്റ്. പാമ്പ് കടിച്ചാൽ എന്തെല്ലാം പ്രഥമ ശുശ്രൂഷകളാണ് നൽകേണ്ടതെന്ന് നോക്കാം. കൺസോൾ ദ പേഴ്സൺ. വ്യക്തിയെ സമാധാനിപ്പിക്കുക. ഡു നോട്ട് അലോ ദ പേഴ്സൺ ടു റൺ ഓർ വാക്ക്. വ്യക്തിയെ ഓടാനോ നടക്കാനോ അനുവദിക്കരുത്. വാഷ് ദ വൂണ്ട് ക്ലീൻ. മുറിവ് വൃത്തിയായി കഴുകുക. കീപ് ദ ബിറ്റൻ പാർട്ട് ലോവേർഡ്. കടിയേറ്റ ഭാഗം താഴ്ത്തി വെക്കാൻ ശ്രമിക്കുക. ഡു നോട്ട് കട്ട് ദ ബിറ്റൻ ഏരിയ വിത്ത് എ ബ്ലേഡ്. കടിയേറ്റ ഭാഗത്ത് ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കരുത്. ബി കെയർഫുൾ നോട്ട് ടു ഓവർ ടൈറ്റൻ ദ ടൂർണിക്കെ. കൂടുതൽ മുറുകാത്ത രീതിയിൽ ടൂർണിക്കെ ഇടാൻ ശ്രമിക്കണം. ഡു നോട്ട് ട്രൈ ടു സ്വാളോ ദ പോയിസൺ ബൈ മൗത്ത്. വായ് ഉപയോഗിച്ച് വിഷം വലിച്ച് പുറത്തു കളയാൻ ശ്രമിക്കരുത്. ഡു നോട്ട് യൂസ് പെയിൻ കില്ലേഴ്സ്. വേദന സംഹാരികൾ ഉപയോഗിക്കരുത്. പ്രൊവൈഡ് മെഡിക്കൽ അസിസ്റ്റൻസ് അറ്റ് ദ ഏർലിയസ്റ്റ്. എത്രയും വേഗം വൈദ്യസഹായം ലഭ്യമാക്കുക. ഐഡന്റിഫൈങ് ദ പോയിസണസ് ഓർ നോൺ പോയിസണസ് സ്നേക്സ് വിൽ മേക്ക് ദ ട്രീറ്റ്മെന്റ് ഈസി. വിഷമുള്ളവയോ വിഷമില്ലാത്തവയോ ആയ പാമ്പുകളെ തിരിച്ചറിയുന്നത് ചികിത്സ എളുപ്പമാക്കും. 11th one, ഡ്രൗണിംഗ്. വെള്ളത്തിൽ വീണുണ്ടാകുന്ന അപകടങ്ങൾക്ക് എന്തെല്ലാം പ്രഥമ ശുശ്രൂഷകളാണ് നൽകേണ്ടതെന്ന് നോക്കാം. പ്രൊവൈഡ് എ ലോങ് റോപ്പ് ഓർ ക്ലോത്ത് ഓർ പീസ് ഓഫ് വുഡ് ടു ദ പേഴ്സൺ. നീളമുള്ള കയറോ തുണിയോ തടി കഷ്ണമോ വ്യക്തിക്ക് ഇട്ടുകൊടുക്കാം. വൺ ഷുഡ് ടേക്ക് കെയർ ഓഫ് ഹിംസെൽഫ് വൈൽ ട്രൈങ് ടു സേവ് എ പേഴ്സൺ ഡ്രൗണിംഗ് ഇൻ വാട്ടർ. വെള്ളത്തിൽ മുങ്ങിപ്പോയ ആളെ രക്ഷിക്കുമ്പോൾ സ്വയം സുരക്ഷ ഉറപ്പാക്കണം. ഡു നോട്ട് ജംപ് ഇൻ ടു ദ വാട്ടർ ഇഫ് യു ഡോണ്ട് നോ സ്വിമ്മിംഗ്. നീന്തൽ അറിയില്ലെങ്കിൽ വെള്ളത്തിൽ ചാടരുത്. ട്രൈ ടു സീക്ക് ദ ഹെൽപ്പ് ഓഫ് അതേഴ്സ്. സഹായത്തിന് മറ്റുള്ള ആളുകളെ വിളിക്കാൻ ശ്രമിക്കുക. 12th one, ഇലക്ട്രിക് ഷോക്ക്. വൈദ്യുത ആഘാതം ഉണ്ടായാൽ എന്തെല്ലാം പ്രഥമ ശുശ്രൂഷകളാണ് നൽകേണ്ടതെന്ന് നോക്കാം. ടേൺ ഓഫ് ദ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഇഫ് പോസിബിൾ. സാധ്യമെങ്കിൽ വൈദ്യുതിയുടെ ഉറവിടം ഓഫ് ചെയ്യുക. ഇഫ് കാണ്ട് ടേൺ ഓഫ്, യൂസ് എ ഡ്രൈ നോൺ കണ്ടക്ടിംഗ് ഒബ്ജക്ട് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്, കാർഡ്ബോർഡ്, വുഡ് ഓർ ഗ്ലോവ് ടു മൂവ് എവേ ഫ്രം ദ ഇഞ്ചേർഡ് പേഴ്സൺ. ഓഫ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആഘാതമേറ്റ വ്യക്തിയിൽ നിന്നും ഉറവിടം അകറ്റാൻ കാർഡ്ബോർഡ്, പ്ലാസ്റ്റിക്, മരം അല്ലെങ്കിൽ കയ്യുറ തുടങ്ങിയ വൈദ്യുത ചാലകം അല്ലാത്ത വസ്തുക്കൾ ഉപയോഗിക്കുക. ബിഗിൻ CPR if the person shows no signs of breathing, coughing or movement. ശ്വസനം, ചുമ അല്ലെങ്കിൽ ചലനം തുടങ്ങിയ ലക്ഷണങ്ങൾ ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ CPR ആരംഭിക്കുക. ട്രൈ ടു പ്രിവെന്റ് ദ ഇഞ്ചേർഡ് പേഴ്സൺ ഫ്രം ബിക്കമിങ് ചിൽഡ്. പരിക്കേറ്റ വ്യക്തിയെ തണുപ്പിക്കുന്നത് തടയാൻ ശ്രമിക്കുക. ദ സേഫ്റ്റി ഓഫ് ദ പേഴ്സൺ ഹു ഹെൽപ്സ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. സഹായിക്കുന്ന ആളിന്റെ സുരക്ഷിതത്വവും പ്രധാനമാണ്. See you soon in next video. Thanks for watching. If you like this video, please do subscribe and share.